മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂലൈ 28 ചൊവ്വ. CJP സമരത്തെ അവഗണിച്ച് തള്ളുക എന്ന നിലപാടിൽ നിന്ന് അടിച്ചൊതുക്കി തീർക്കുക എന്നതിലേക്ക് ഭരണകൂടവും പോലീസും മാറുന്നതാണ് പാർലമെന്റ് മാർച്ചിൽ കണ്ടത്. അതാകട്ടെ അവർക്ക് കൈവിട്ട കളിയാവുകയും ചെയ്തു എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പെല്ലറ്റ് തെറ്റെങ്കിൽ പിഴയെന്ത്? ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ജൂലൈ 20 നടത്തിയ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്തവർക്ക് നേരെയുണ്ടായ പോലീസ് ആക്ഷനിൽ പെല്ലറ്റ് പ്രയോഗിച്ചത് തെറ്റായെന്ന് ദ്രുതകർമ്മസേന ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തി. കേന്ദ്ര റിസർവ് പോലീസ് സേനയുടെ കീഴിലുള്ള ദ്രുതകർമ്മസേനയുടെ ആന്റി റൈറ്റ് യൂണിറ്റിന്റെ അംഗീകൃത ആയുധങ്ങളാണ് പെല്ലറ്റ് ഗണ്ണും ഷോക്ക് ബാറ്റണുമൊക്കെ. അതിന്റെ പ്രയോഗത്തിനും സേനാംഗങ്ങൾക്ക് കൃത്യവും കണിശവുമായ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. എന്നാൽ CJP സമരക്കാർക്ക് നേരെ പെല്ലറ്റ് പ്രയോഗിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും അതിനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. പോലീസ് നടപടിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും പരിശീലനത്തിനും മാർഗനിർദ്ദേശത്തിനും അനുസൃതമായിരുന്നില്ല ദ്രുതകർമ്മസേനയുടെ ഇടപെടലെന്നും RAF മേധാവി സേനാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി സാഹിൽ ലോച്ചാപ്, മധ്യപ്രദേശിലെ ജബൽപൂർ സ്വദേശി ഷൈഖ് ഇർഷാദ് മൻസൂരി, ഔട്ട്ലുക്ക് മാഗസിനിലെ മാധ്യമപ്രവർത്തകൻ എന്നിവർക്കാണ് ന്യൂഡൽഹി പാലിക ബസാറിന് സമീപം ദ്രുതകർമ്മ സേനാംഗത്തിന്റെ പെല്ലറ്റ് വെടിയേറ്റത്. ഇർഷാദിന്റെ കണ്ണിന് താഴെ തുളച്ചു കയറിയ ഒരെണ്ണം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തെങ്കിലും കഴുത്തിലുള്ളത് രക്തധമനിയോട് ചേർന്നായതിനാൽ മറ്റൊരു സർജറി കൂടി വേണ്ടിവരും. മുഖത്തും ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളിലുമായി 30-ലേറെ പെല്ലറ്റ് മുറിവുകളുണ്ട്. സമാനമായ പരിക്കുകളാണ് സാഹിലിനും. അകലെ നിന്ന് വെടിയുതിർത്താൽ ആളുകളുടെ ശരീരത്തിനകത്തേക്ക് ചീളുകളായി തുളഞ്ഞു കയറുന്ന പെല്ലറ്റുകൾ 2016 ജമ്മു കാശ്മീരിൽ തീവ്രവാദി ബുർഹാൻ വാനിയുടെ കൊലപാതകത്തെ തുടർന്ന് നടന്ന പ്രക്ഷോഭത്തിന് നേരെയാണ് സൈന്യം നിർലോഭം പ്രയോഗിച്ചത്. പിന്നീട് 2023 മണിപ്പൂരിലെ വംശീയ കലാപത്തിലും അത് ആവർത്തിച്ചു. 2024 കർഷക സമരത്തിൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിലും പെല്ലറ്റ് വെടികൾ ഉതിർത്തതായി ആക്ഷേപമുയർന്നിരുന്നു. എന്നാൽ രാജ്യ തലസ്ഥാനത്ത് ഒരു സിവിലിയൻ സമരത്തിന് നേരെ നടക്കുന്ന ആദ്യ പെല്ലറ്റ് പ്രയോഗമാണ് ഇത്. ഇതിനു പുറമെ സമരക്കാർക്കുമേൽ വൈദ്യുതാഘാതമേൽപ്പിക്കുന്ന ഷോക്ക് ബാറ്റണുകളും പ്രയോഗിച്ചതായി ആക്ഷേപമുണ്ട്. അക്രമരഹിത സമരം എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിത്തിരിച്ച CJP സമാധാന ഭംഗത്തിലേക്ക് വഴുതിപ്പോകാതിരിക്കാൻ ജാഗ്രത പാലിച്ചിരുന്നു. മുമ്പ് പൗരത്വ ഭേദഗതി നിയമവിരുദ്ധ സമരത്തിൽ സംഭവിച്ചതുപോലുള്ള നുഴഞ്ഞുകയറ്റം തടയാനും സമര നേതൃത്വം ശ്രദ്ധിച്ചിരുന്നു. അത്രയും ചിട്ടയിൽ നീങ്ങിയ സമരക്കാർക്ക് നേരെയാണ് പ്രകോപനമൊന്നുമില്ലാതെ ഡൽഹി പോലീസ് നിഷ്ഠൂര അതിക്രമം അഴിച്ചുവിട്ടത്. CJP സമരത്തോട് തുടക്കത്തിൽ സ്വീകരിച്ച അവഗണിച്ചു തള്ളുക എന്ന നിലപാടിൽ നിന്ന് അടിച്ചൊതുക്കി തീർക്കുക എന്നതിലേക്ക് ഭരണകൂടവും പോലീസും മാറുന്നതാണ് പാർലമെന്റ് മാർച്ചിൽ കണ്ടത്. അതാകട്ടെ അവർക്ക് കൈവിട്ട കളിയാവുകയും ചെയ്തു. പ്രക്ഷോഭക്കാരുടെ വീര്യം കൂട്ടാനും ജനപിന്തുണ മേൽക്കുമേൽ വർദ്ധിപ്പിക്കാനുമാണ് ഡൽഹി പോലീസിന്റെയും അവർക്കൊപ്പം വിന്യസിച്ച കേന്ദ്രസേനയുടെയും ഈ അരുതായ്മകൾ വഴിവെച്ചത്. സംഭവം വാർത്തയായപ്പോൾ തീർത്തും വ്യാജവും തെറ്റിദ്ധാരണജനകവും എന്നായിരുന്നു ഡൽഹി പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ആശുപത്രിയിൽ ഇർഷാദിനെ സന്ദർശിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ അയാളുടെ പരിക്കുകളുടെ ചിത്രങ്ങൾ പ്രചരിക്കുകയും ചെയ്തതോടെ ഡൽഹി പോലീസിന്റെ വ്യാജം വെളിച്ചത്തായി. 25 ശനിയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് എഴുതിയ കത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പെല്ലറ്റ് പോലുള്ള മാരകായുധ പ്രയോഗത്തിന് ആരാണ് സേനയ്ക്ക് അധികാരം നൽകിയതെന്ന് ചോദിച്ചിരുന്നു. അതിനു പിറകെയാണ് RAFന്റെ അന്വേഷണ ഫലം പുറത്തുവരുന്നത്. ദ്രുതകർമ്മ സേനാംഗം 7 റൗണ്ട് വെടിവെച്ചെന്നും അതിൽ 5 സമരക്കാർക്ക് നേരെ ആയിരുന്നുവെന്നും ബാക്കി നിലത്ത് പതിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിഗുരുതരമായ സാഹചര്യങ്ങളിൽ മാത്രം തികഞ്ഞ സമചിത്തതയോടെ ചെയ്യേണ്ടതാണ് പെല്ലറ്റ് പോലുള്ള മാരകായുധങ്ങളുടെ പ്രയോഗമെന്ന് കണിശമായ മാർഗനിർദ്ദേശമുള്ളതാണ്. അതൊന്നും വിലവെക്കാതെ കണ്ണും മൂക്കുമില്ലാത്ത പെല്ലറ്റ് പ്രയോഗത്തിനാണ് സൈനികൻ മുതിർന്നത്. സാധാരണഗതിയിൽ പ്രക്ഷോഭക്കാരാണ് നിയന്ത്രണാതീതമായ പ്രകോപനങ്ങൾക്ക് തുനിയാറ്. എന്നാൽ ഇവിടെ സേനയാണ് അതിരുവിട്ടത്. സേനയ്ക്കിടയിൽ യൂണിഫോമില്ലാതെ സാധാരണ വേഷത്തിലുള്ളവരും മറ്റു ഗുണ്ടകളും അവസരം മുതലെടുത്തു എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ അരാജകത്വം വാണ പോലീസ് സേനയിലും മറ്റും ഓരോരുത്തരും തോന്നിയ പോലെ നിയമം കയ്യിലെടുക്കുന്നതാണ് ഡൽഹിയിൽ കണ്ടത്. പറ്റിയത് മാരകമായ തെറ്റാണെന്നും തെറ്റുകാരനെ കണ്ടെത്തിയെന്നും സേന തന്നെ വ്യക്തമാക്കിയിരിക്കെ അതിക്രമത്തിന് മതിയായ ശിക്ഷയും ഇരകൾക്ക് നഷ്ടപരിഹാരവും ഉറപ്പുവരുത്താൻ ഭരണകൂടം എന്തു ചെയ്യും എന്നാണ് ഇനി അറിയേണ്ടത്. മാധ്യമം പോഡ്കാസ്റ്റ്.